Welcome to a supplementary video by the English EduSpot to the 8th Standard English Class Part 18 by Victor's Channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 18ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ എ ഷിപ്പ്രെക്ക്ഡ് സെയിലർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട് ഏതാനും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് വിദ്യാർത്ഥികൾക്ക് അസൈൻമെൻറ്റായി നൽകിയത്. ആദ്യം ആക്ടിവിറ്റി 1 given on textbook page 59. Degree of comparison. ഇംഗ്ലീഷിൽ ആഡ്ജക്റ്റീവുകൾക്ക് അഥവാ നാമവിശേഷണങ്ങൾക്ക് 3 ഡിഗ്രീസ് ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, comparative degree and superlative degree. For example, his serenity was strong. ഈ സെൻറ്റൻസിൽ സ്ട്രോങ് എന്നുള്ളത് ഹിസ് സെറേനിറ്റി എന്ന നൗൺ ഫ്രേസിനെ വിശേഷിപ്പിക്കുന്ന ഒരു നാമവിശേഷണം അഥവാ ആഡ്ജക്റ്റീവാണ്. ആ ആഡ്ജക്റ്റീവ് സ്ട്രോങ് എന്ന രൂപത്തിൽ പോസിറ്റീവ് ഡിഗ്രിയിലാണ് പറയുന്നത്. അതായത് ആ ആഡ്ജക്റ്റീവ് പ്രകടിപ്പിക്കുന്ന ക്വാളിറ്റി അത് അതിൻ്റെ ഏറ്റവും നോർമലായ ഒരു ഡിഗ്രിയിൽ. രണ്ടാം സെൻറ്റൻസ് പരിശോധിക്കുക. ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്കർ ദാൻ ദ സീ. ഈ സെൻറ്റൻസിൽ സ്ട്രോങ് എന്നുള്ളതിനെ സ്ട്രോങ്കർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സെറനിറ്റി എന്ന ക്വാളിറ്റിയെ മറ്റൊരു സെറനിറ്റിയുമായി, ദ സെറനിറ്റി ഓഫ് ദ സീ, സമുദ്രത്തിൻ്റെ ശാന്തതയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ക്വാളിറ്റി മറ്റൊരു ക്വാളിറ്റിയേക്കാൾ കൂടുതലോ കുറവോ എന്ന് പറയുന്നു. മൂന്നാം സെൻറ്റൻസ് പരിശോധിക്കുക. ഹിസ് സെറനിറ്റി വാസ് ദ സ്ട്രോങ്കസ്റ്റ്. സ്ട്രോങ്കസ്റ്റ് എന്നുള്ളത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ക്വാളിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. രണ്ടിലധികമുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു ക്വാളിറ്റി ഏറ്റവും ഉയർന്നോ അതല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നോ നിലനിൽക്കുന്നോ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിഗ്രി. The words underlined in these sentences describe the nouns. ഈ 3 സെൻറ്റൻസുകളിലും അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പദങ്ങൾ അതിലെ നൗണുകളെ വിശേഷിപ്പിക്കുന്നു അഥവാ ആഡ്ജക്റ്റീവായി പ്രവർത്തിക്കുന്നു. These words belong to the word class called adjectives. ഇത്തരം പദങ്ങളാണ് adjectives എന്ന വേർഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. Adjectives have 3 degrees of comparison. ആഡ്ജക്റ്റീവുകൾക്ക് 3 ഡിഗ്രീസ് ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. Now look at the following chart and complete the sentences below using the suitable degrees of the adjective tall. ഇവിടെ ചാർട്ടിൽ എ, ബി, സി എന്നിങ്ങനെ 3 ഫിഗേഴ്സ് നൽകിയിരിക്കുന്നു. അവ നോക്കിയിട്ട് അതിലെ ഓരോന്നും ടോൾ എന്ന ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും ഡിഗ്രി അനുസരിച്ച് സെൻറ്റൻസുകൾ പൂർത്തീകരിച്ചെഴുതുക. ആദ്യം എ എന്ന ഫിഗർ, അതിനെക്കുറിച്ച് ടോൾ എന്ന് പറയുമ്പോൾ അതൊരു നോർമൽ ഡിഗ്രിയിലാണ്, മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. എ എന്നതിൻ്റെ ഉയരം അതിനെക്കുറിച്ചാണ് പറയുന്നത്. എ ഈസ് ടോൾ. ടോൾ എന്നുള്ളത് ഒരു നോർമൽ ഡിഗ്രിയാണ് അഥവാ പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇനി എയും സിയും കമ്പയർ ചെയ്യുമ്പോൾ സി എന്നുള്ളത് എ എന്നതിനേക്കാൾ കൂടുതൽ ഉയരമുള്ളതാണ്. അതായത് സി നമുക്ക് എയുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ പറയുമ്പോൾ സി എന്നുള്ളത് എയേക്കാൾ കൂടുതൽ ഉയരമുള്ളതാണ് എന്ന് പറയാം. സെൻറ്റൻസ് നമ്പർ 2, സി ഈസ് ടോളർ ദാൻ എ. സി എന്നുള്ളത് എയേക്കാൾ ടോളർ, കൂടുതൽ ഉയരമുള്ളതാണ്. ടോൾ എന്നതിനോടൊപ്പം ഇ ആർ ചേർത്ത് ടോളർ എന്ന് പറഞ്ഞു. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി മൂന്നാമത്തത് പരിശോധിക്കുമ്പോൾ ബി. ബി എന്നുള്ളതാണ്
ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത്. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയേണ്ടത്. ടോൾ എന്നതിനോടൊപ്പം EST എന്ന് ചേർത്തുകൊണ്ടാണ് സൂപ്പർലേറ്റീവ് പറയേണ്ടത്. നമ്പർ 3. ബട്ട് B ഈസ് ദ ടോളസ്റ്റ് ഓഫ് ദ 3. ഈ മൂന്നിൽ ഏറ്റവും ഉയരം കൂടിയത് B ആകുന്നു. Now, do all the adjectives follow the same pattern in forming their comparative and superlative forms? Write your findings below, citing 3 examples for each case. എല്ലാ ആഡ്ജക്റ്റീവുകളുടെയും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്നത് ഒരേ പാറ്റേണിലാണോ? അതായത് പോസിറ്റീവ് ഡിഗ്രിയോടൊപ്പം ER ചേർത്തുകൊണ്ടാണ് നാം കമ്പാരിറ്റീവ് ഉണ്ടാക്കിയത്. ഉദാഹരണത്തിന് ടോൾ എന്നതിനോടൊപ്പം ER ചേർത്ത് ടോളർ. അതുപോലെ തന്നെ EST ചേർത്ത് ടോളസ്റ്റ് എന്ന സൂപ്പർലേറ്റീവ് ഉണ്ടാക്കി. എന്നാൽ എല്ലാ ആഡ്ജക്റ്റീവുകളും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവയ്ക്കൊക്കെ ഉദാഹരണങ്ങളും എഴുതുക. No, all adjectives do not follow the same pattern in forming their comparative and superlative forms. എല്ലാ ആഡ്ജക്റ്റീവുകളും കമ്പാരിറ്റീവുകളും സൂപ്പർലേറ്റീവുകളും ഉണ്ടാക്കുന്നത് ഒരേ പാറ്റേണിൽ അല്ല. Small adjectives with one syllable normally take ER for comparative and EST for superlative. One syllable, ഒരു ശബ്ദ യൂണിറ്റ് മാത്രം അടങ്ങുന്ന ചെറിയ ആഡ്ജക്റ്റീവുകൾ, ചെറിയ പദങ്ങൾ, അവയോടൊപ്പം ER ചേർത്ത് കമ്പാരിറ്റീവും EST ചേർത്ത് സൂപ്പർലേറ്റീവും സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. ഇവിടെയൊക്കെ ER, EST ചേർത്ത് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. Longer adjectives with more syllables take more for comparative and most for superlative. താരതമ്യേന അല്പം നീണ്ട ആഡ്ജക്റ്റീവ് പദങ്ങൾ, അതായത് 2-ലധികം സിലബിൾസ് ഉള്ള പദങ്ങൾ, അവയുടെ കമ്പാരിറ്റീവ് ഉണ്ടാക്കാൻ അത്തരം ആഡ്ജക്റ്റീവുകളോടൊപ്പം മോർ എന്ന പദവും സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാൻ മോസ്റ്റ് എന്ന പദവും ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഡിഫിക്കൾട്ട്. ഇത് 3 സിലബിൾസ് അടങ്ങുന്ന ഒരു ആഡ്ജക്റ്റീവാണ്. ഇതോടൊപ്പം ER അല്ലെങ്കിൽ EST എന്ന് ചേർക്കാൻ സാധ്യമല്ല. പകരം ഡിഫിക്കൾട്ട് എന്ന പോസിറ്റീവ് ഡിഗ്രിയോടൊപ്പം മോർ ഡിഫിക്കൾട്ട് എന്ന് ചേർത്ത് കമ്പാരിറ്റീവും മോസ്റ്റ് ഡിഫിക്കൾട്ട് എന്ന് ചേർത്ത് സൂപ്പർലേറ്റീവും ഉണ്ടാക്കാം. മറ്റൊരു ഉദാഹരണം, ഡേഞ്ചറസ്, മോർ ഡേഞ്ചറസ്, മോസ്റ്റ് ഡേഞ്ചറസ് എന്നിങ്ങനെയാണ് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്നത്. There are some small adjectives. They are irregular in their form. എന്നാൽ ചില ചെറിയ ആഡ്ജക്റ്റീവ് പദങ്ങളുണ്ട്. അവ ഇറഗുലറാണ്. അവയ്ക്കൊപ്പം നമുക്ക് ERO, ESTO ചേർത്ത് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാൻ സാധ്യമല്ല. വ്യത്യസ്ത വേർഡ് ഫോംസ് ആണ് അവയ്ക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, ഗുഡ്. ഗുഡ് എന്നുള്ളത് ഒരു ചെറിയ ആഡ്ജക്റ്റീവ് പദമാണ്, മോണോസിലാബിക്, ഒരു സിലബിൾ മാത്രം അടങ്ങുന്ന ഒരു ആഡ്ജക്റ്റീവ് പദം. അതോടൊപ്പം നമുക്ക് ER ചേർക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ESTയും. പകരം ഗുഡ് എന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ എന്ന തികച്ചും വ്യത്യസ്തമായ ഒരു പദമാണ്. അതുപോലെ തന്നെ ബെസ്റ്റ്, സൂപ്പർലേറ്റീവും വ്യത്യസ്തമാണ്. ബാഡ്. ബാഡ് എന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ഫോം വേഴ്സ് എന്നാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ് എന്നുമാണ്. ഫാർ എന്ന പോസിറ്റീവ് ഡിഗ്രി ആഡ്ജക്റ്റീവിന് ഫാദർ ഓർ ഫെർദർ എന്നിങ്ങനെ 2 കമ്പാരിറ്റീവ് ഫോംസും ഫാർദസ്റ്റ് ഓർ ഫെർദസ്റ്റ് എന്നിങ്ങനെ സൂപ്പർലേറ്റീവ് ഫോംസും ഉണ്ട്. Now the assignment. The story, A Shipwrecked Sailor, is narrated from the point of view of the narrator Velasco. If you were Velasco's friend, how would you narrate the story? A Shipwrecked Sailor എന്നുള്ള ഈ കഥ പറയുന്ന രീതി ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്. കഥ പറയുന്ന വെലാസ്കോ എന്ന നെറേറ്റർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ
മീ, മൈ എന്നീ പ്രോനൗണുകളൊക്കെ ഉപയോഗിച്ച് പറയുന്ന ഒരു രീതി. ഇനി ഇഫ് യു വർ വെലാസ്കോസ് ഫ്രണ്ട്, നിങ്ങൾ വെലാസ്കോയുടെ ഫ്രണ്ടാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഇതേ കഥ നിങ്ങൾ പറയുക. അതേത് രീതിയിലായിരിക്കും? വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം അനുഭവം സ്വന്തം കാഴ്ചപ്പാടിലൂടെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. എന്നാൽ മറ്റൊരാളുടെ കഥയാണ് പറയുന്നതെങ്കിൽ നാം തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവാണ് ഉപയോഗിക്കുക. തേർഡ് പേഴ്സൺ പ്രൊനൗണുകളായ ഹി അല്ലെങ്കിൽ ഷീ, ദേ, ദം, ദെയർ, ഹിസ്, ഹെർ എന്നിങ്ങനെയൊക്കെയാണ് പ്രൊനൗണുകൾ ഉപയോഗിക്കേണ്ടത്. ഒരു നറേറ്റീവ് തയ്യാറാക്കുമ്പോൾ വിദ്യാർത്ഥികൾ അതിന് ഒരു ടൈറ്റിലും നൽകണം. ഇവിടെ ഒരു മോഡൽ നറേറ്റീവ് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ പറയുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വെലാസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ് എന്ന ടൈറ്റിൽ നൽകിയിരിക്കുന്നു. വെലാസ്കോ ആൻഡ് ഹിസ് 4 friends were sailing through the Caribbean Sea. Suddenly, their ship plunged into an abyss and disappeared. He and his 4 shipmates, Carabello, Castillo, Rengifo, and Herrera, were washed overboard into the sea. കരീബിയൻ സീയിലൂടെ വെലാസ്കോയും തൻ്റെ സുഹൃത്തുക്കളും കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് അവരുടെ കപ്പൽ ഒരു ചുഴിയിൽ അകപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തത്. എന്നാൽ വെലാസ്കോയും അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. വെലാസ്കോ തോട്ട് ഹി വാസ് എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. ആദ്യം വെലാസ്കോ കരുതിയത് അദ്ദേഹം തനിച്ചാണ് വെള്ളത്തിൽ എന്നായിരുന്നു. ബട്ട് സൂൺ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട്സ് were ഓൾസോ നിയർ ഹിം ഇൻ ദ സെയിം പ്രെഡിക്കമെൻറ്റ്. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ അരികെ തന്നെ ഒരേ പ്രയാസം അനുഭവിച്ചുകൊണ്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. All of them were trying hard to keep afloat. അവരെല്ലാവരും വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ കഠിനമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Velasco got a crate and he hauled on it for some time. വെലാസ്കോയ്ക്ക് ഒരു ക്രേറ്റ്, ഒരു വുഡൻ ബോക്സ്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു കാർഗോ ബോക്സ് ലഭിച്ചു. അദ്ദേഹം അതിൽ പിടിച്ചു നിന്നു. Soon he found one lifeboat floating in the water and he got hold of it. താമസിയാതെ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ലൈഫ് ബോട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. He rowed it furiously over the lurching sea against wind to reach his friends. എന്നാൽ ആ ലൈഫ് ബോട്ട് വളരെ പ്രയാസപ്പെട്ട് തുഴഞ്ഞുകൊണ്ട് ദുർഘടമായ ആ കടലിലൂടെ തിരമാലകളെ മുറിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്താൻ വെലാസ്കോ ശ്രമിച്ചു. But he could not row farther than a meter. എത്ര ശ്രമിച്ചിട്ടും എന്നാൽ 1 മീറ്ററിനപ്പുറത്തേക്ക് കാറ്റിനെതിരായി, തിരമാലകൾക്കെതിരായി തുഴഞ്ഞു പോകാൻ വെലാസ്കോയ്ക്ക് സാധിച്ചില്ല. His friends could also not reach the lifeboat. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ആ ലൈഫ് ബോട്ടിൽ എത്തിപ്പിടിക്കാനും കഴിഞ്ഞില്ല. They yelled among themselves for help. അവരെല്ലാം അവർക്കിടയിൽ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടി. Velasco was helpless and he could not save any of his mates. വെലാസ്കോ നിസ്സഹായനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്തുക്കളിൽ ആരെയും രക്ഷിക്കാൻ സാധ്യമായില്ല. In the strong wind, waves pushed him farther away. ആ ശക്തമായ കാറ്റിൽ തിരമാലകൾ അദ്ദേഹത്തെ വളരെ ദൂരത്തേക്ക് ഒഴുക്കി മാറ്റി. All his friends drowned in front of his eyes. തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും തൻ്റെ കൺമുമ്പിൽ വെള്ളത്തിൽ മുങ്ങി. വെലാസ്കോ വാസ് ലെഫ്റ്റ് alone at the sea. ആ കടലിൽ വെലാസ്കോ ഒറ്റപ്പെട്ടു. And he floated along in the lifeboat for 10 days without food. ഭക്ഷണം പോലുമില്ലാതെ 10 ദിവസത്തോളം ആ ലൈഫ് ബോട്ടിൽ അദ്ദേഹം ആ കടലിലൂടെ ഒഴുകി നടന്നു. Finally, he was washed ashore at the Colombian coast. അവസാനം അദ്ദേഹം കൊളംബിയൻ തീരത്തണഞ്ഞു. Now, the second assignment. Suppose you are one of the speakers at a function in which the narrator Velasco is being congratulated.
deliver a speech congratulating him on his brave deed. വെലാസ്കോയെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച ഒരു ഫംഗ്ഷനിൽ നിങ്ങളൊരു സ്പീക്കറാണെന്ന് കരുതുക. വെലാസ്കോയുടെ ധീരകൃത്യങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു പ്രഭാഷണം തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്പീച്ചിന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന് ഒരു ഇഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു തുടക്കവും അതോടൊപ്പം തന്നെ ഒരു ഡെവലപ്മെൻറ്റും അനുയോജ്യമായ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എൻഡിങ്ങും വേണം. ഓഡിയൻസിനെ വിഷ് ചെയ്യണം. വിഷയങ്ങൾ യഥാവിധി വിശദീകരിക്കുക, പറയുക. അതോടൊപ്പം ഓഡിയൻസിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ഇവിടെ ഒരു മോഡൽ സ്പീച്ചിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുക. Ladies and gentlemen, I wish a very good morning to all of you. I am very happy to be here in front of you in the presence of Mr. Velasco, the brave and adventurous sailor. We all have heard of the disaster happened to Velasco and his shipmates, and I express my deep condolences on the bereavement of his mates. Fortunately, Velasco got a lifeboat and could manage to save his life. When he got a life raft, he could have rowed to the shore and escaped, but he was never so selfish to think of his life alone. He never thought of his escape alone. He tried his maximum to save his friends too, but he could not save his friends. His mates sank in the sea before him one by one. In the devastating storm, at the rough sea, facing gigantic waves, Velasco showed his valor and humanity. I heartily congratulate him on this occasion. Let me conclude my words. Thank you all. Have a nice day. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.